ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ എടപ്പള്ളിക്കും കളമശ്ശേരി ക്യുസാറ്റിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ നല്ലൊരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ. ഫ്രണ്ടിലായി നല്ല വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് 3 കിലോമീറ്ററും കുസാറ്റിലേക്ക് 500 മീറ്ററും തൃക്കാക്കര അമ്പലത്തിലേക്ക് 1 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വീടിൻ്റെ മുന്നിലായി 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടുവിരിച്ച റോഡിനഭിമുഖമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായിട്ട് കോമൺ കിണറാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കും. മനോഹരമായ ചുറ്റുമതിൽ കാണാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. കവേഡോടുകൂടി വരുന്ന ഒരു കാർപോർച്ച് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. XUV മോഡലുള്ള 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തെ എല്ലാം ഏകദേശം 1.5 മീറ്ററോളം വീതി വരുന്നുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും തേക്കും മഹാഗണിയുമാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഫ്രണ്ട് ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ല മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെയായൊരു ഗ്ലാസ് വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ലിവിംഗ് ഹാളിൻ്റെ നിർമ്മാണം. നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമാർന്ന ഒരു വിൻഡോയും നമുക്ക് കാണാം. നല്ല രീതിയിലുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് TV യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായി കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റ് നമുക്ക് കാണാൻ കഴിയും. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വലിപ്പമുള്ള വെട്രിഫൈഡ് മാറ്റ് ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു സ്പേസിലൂടെയാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലേണ്ടത്. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു ടേബിൾ ഡാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. സീലിംഗ് വർക്കുകളും സീലിംഗ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഇവിടെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചണിൻ്റെ നിർമ്മാണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഓപ്പൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം. കിഴക്ക് ഭാഗത്തേക്കാണ് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അവിടെയായ ഒരു ചിമ്മിനിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ കൂടാതെ ചെറിയൊരു വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഫുൾ കവേഡോടുകൂടി തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഒരു കോർണറിലായി കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം മാത്രമേ ലഭ്യമുള്ളൂ. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരിക. സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ക്ലോസറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷനും നമുക്ക് കാണാൻ കഴിയും. ഫ്ലോറിങ്ങിനായി ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. ഇരുമ്പും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയും കൂടാതെ ഒരു സ്റ്റഡി റൂമും ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലാണ്. ഈ ഒരു ഹാളിൽ നിന്നും നമ്മൾ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ പാറ്റേണോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. താഴെ കണ്ട പോലെ ഈ ഒരു സൈഡിൽ തന്നെയാണ് ബാത്റൂം വരുന്നത്. നല്ല മനോഹരമായി തന്നെയാണ് ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ 3ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. ഈ ഒരു ഭാഗത്താണ് ആ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമായി വരുന്നത്.
അത്യാവശ്യം കബോർഡ് വർക്കുകളും കൂടാതെ ഈ ഒരു സ്പേസിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഗ്ലാസ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. പുറത്തായി ജാളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഒരു ഗ്ലാസ് ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങേണ്ടത്. ഇനി നമുക്ക് സ്റ്റഡി റൂമിലേക്കാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിനും എടപ്പള്ളിക്കും കുശാറ്റിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന 3.5 സെൻറ്റിൽ 1680 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,20,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. Thank you for watching this video. Thank you everyone.